അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ, മുടങ്ങിക്കിടക്കുന്ന ഏതൊരു കാര്യവും പൂർത്തിയാവാൻ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ, ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ, വീടുണ്ടാവാൻ, ഉള്ള വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ, എല്ലാത്തിനും ഉള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. പലർക്കും പല ബുദ്ധിമുട്ടുകളായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഏതൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെ ചോദിച്ചാലും ഉത്തരം ലഭിക്കും. എന്നാൽ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്കതിന് ഉത്തരം ലഭിക്കുന്നതാണ്. നമ്മുടെ ഏതൊരു ഹലാലായ കാര്യമാണെങ്കിലും ഇത് നിയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായും അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. സൂറത്തുൽ ഫത്ഹ് 7 ദിവസം കൊണ്ട് നമ്മൾ 21 തവണ ഓതി തീർക്കുക. സൂറത്തുൽ ഫത്ഹ് ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നമ്മൾ 7 ദിവസം കൊണ്ട് 21 തവണ ഓതുക. ഓരോ ദിവസവും 3 തവണ ഓതിയാൽ മതി. ഇങ്ങനെ 7 ദിവസം കൊണ്ട് 21 തവണ ഓതി തീർക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അസ്മാഉൽ ഹുസ്നയിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാഹ്, വിജയം തരുന്നവനെ, വിജയം നൽകുന്നവനെ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ഇസ്മ 489 തവണ 7 ദിവസം ചൊല്ലുക. ഓരോ ദിവസവും 489 തവണ ചൊല്ലുക. ഇങ്ങനെ 7 ദിവസം ചെയ്യുക. ഇങ്ങനെ 7 ദിവസം കൊണ്ട് നമ്മൾ എന്താണോ നമ്മളുടെ ഉദ്ദേശം, ഹലാലായ ഏതൊരു മുറാദും അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുന്നതാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു നേട്ടം തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തറപ്പണി കഴിഞ്ഞ് വീട് വെക്കാൻ ഇനി എന്ത് ചെയ്യുമെന്ന് മുന്നിലൊരു മാർഗവുമില്ല. തറ ഇട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട് പണി തുടങ്ങാൻ ആരംഭിക്കുന്നത്. അപ്പം ഇങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് ഞങ്ങളുടെ വീട് പണി തുടങ്ങാൻ ഞങ്ങൾക്ക് മുന്നിലൊരു മാർഗം അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു തന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനോട് എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അങ്ങനെ ഞങ്ങളുടെ വീട് പണി ഒരു റബീഉൽ അവ്വലിന് ആരംഭിച്ച് പിന്നെ പിറ്റേ റബീഉൽ അവ്വൽ ആയപ്പോഴേക്കും ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ഞങ്ങൾക്ക് കയറി താമസിക്കാൻ സാധിച്ചു. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു കാര്യമാണിത്. ഇതുപോലെ എല്ലാവർക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.